ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഒന്നും പറ്റിയിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇന്ത്യ ഇട്ട ബോംബുകളൊന്നും അവിടെ വീണിട്ടൊന്നും പറ്റിയില്ല, അവർക്ക് അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നു. എങ്ങനെയാണ് ഉളുപ്പില്ലാതെ ഇത്രയും കള്ളങ്ങൾ ലോകത്തിനോട് വിളിച്ചു പറയാൻ പാകിസ്ഥാന് കഴിയുന്നത് എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ സ്വന്തം ജനങ്ങൾ എന്ന് പറയുന്ന പോലെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചതാണെന്നാണ് അസിമുനീർ ആ രീതിയിലുള്ള വർത്തമാനമൊക്കെയാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തെ അസിമുനീർ ദൈവമാണെന്നാണ് സ്വയം പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ സ്വന്തം ജനങ്ങളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ സ്വന്തം പട്ടാളക്കാരൊക്കെ ദൈവത്തിന്റെ സ്വന്തം പട്ടാളക്കാരാണ്. അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെയൊക്കെ കണ്ണുമടച്ച് നുണ പറയാൻ സാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏതാണ്ട് 150ഓളം സൈനികരെ പാകിസ്ഥാന് നഷ്ടമായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വഴി. അതുകൊണ്ട് അത്രത്തോളം പേര് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഷെഹബാസ് ഷെരീഫ് അവരുടെ പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക്. സ്വാതന്ത്ര്യ ദിനത്തിൽ മരണാനന്തര ബഹുമതികൾ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ സൈനികർക്ക് അവർ മരണാനന്തര ബഹുമതിയൊക്കെ നൽകുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഒരു കണക്ക് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇതിൽ പുറത്തു വന്നിട്ടുള്ള ഡാറ്റാസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രാദേശിക മാധ്യമമായിട്ടുള്ള സമ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വിട്ടത് എന്നുള്ളതാണ്. അതിനുശേഷം ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നാണക്കേടായി, ആകെ മൊത്തം നാറി എന്ന് പറയുന്ന അവസ്ഥ വന്നതോടുകൂടി ഈ റിപ്പോർട്ടുകളെല്ലാം പിൻവലിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അങ്ങനെയാണ്. ഈ ഒരു പ്രാദേശിക മാധ്യമമാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടിട്ടുള്ള എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് സഹിതം പുറത്തു വിട്ടത് എന്നുള്ളതാണ്. കൊല്ലപ്പെട്ടവരുടെ പേരുണ്ട്, മറ്റു വിവരങ്ങളുണ്ട്, പദവിയുണ്ട്, എവിടെ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും സഹിതമാണ് ഈ സമ എന്ന് പറയുന്ന TV പുറത്തു വിട്ടത് എന്നാണ് പറയുന്നത്. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 13 പാക് സൈനികരെ മാത്രമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് വളരെ കുറച്ച്, എത്രത്തോളം കുറവാണ് ആ കണക്കിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതെങ്കിലും പറയണ്ടേ. ഒരു യുദ്ധമാകുമ്പോൾ ആ ഒരു കോമൺ സെൻസ് അവിടെ വർക്ക് ചെയ്തു എന്നുള്ളത്. ഒരു യുദ്ധമാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള കണക്ക് അവർക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ പറയേണ്ടതുണ്ട്. ഈ 13 പേരുടെ കണക്ക് അവർ പാകിസ്ഥാൻ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവർക്ക് മരണാനന്തര ബഹുമതി എന്ന് പറയുമ്പോൾ 3 സ്ക്വാഡ്രൺ ലീഡർമാർക്ക് തംക ഇ ബസലത്തും 3 പേർക്ക് തംക ഇ ജുറാത്തുമാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ പരമോന്നത ബഹുമതികളാണ്. പിന്നെ 146 പേർക്ക് മരണാനന്തര മെഡലുമൊക്കെ നൽകി എന്ന് പറയുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം വരുന്നത്, പാക് DGMOയെ സർക്കാർ വെടിനിർത്തൽ വേണ്ടിയിട്ട് നിർബന്ധിച്ചു കൊണ്ടിരുന്നു. യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങൾ വെടിനിർത്തൽ വേണം എന്ന് പറഞ്ഞ് ഈ പാക് സർക്കാർ തന്നെ DGMOയെ നിർബന്ധിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ ഭയം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തവുമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ഇവർ മറ്റൊരു തിരിച്ചടി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ തിരിച്ചടിയുടെ ഒരു ലാഞ്ചനയൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അതിൻ്റെ പേര് ഓപ്പറേഷൻ ബനിയനുൽ മർസൂസിൽ എന്നാണ് അവർ പേരിട്ടിരുന്നത്. പേര് വായിലൊതുങ്ങുന്നില്ല. പക്ഷേ ഈ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ള കാര്യം പ്രിയൻ അറിയാമോ? ഇങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ നടത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതാ ഇങ്ങനത്തെ ഒരു കാര്യമൊക്കെ പുറത്തു വരികയാണ്. അപ്പോൾ മറ്റൊരു കാര്യം, ഇവർക്ക് നാണക്കേടുണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മിസൈലുകളുണ്ടല്ലോ, മിസൈലുകൾ ചെന്ന് പതിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് യുദ്ധക്കപ്പലുകൾ ഇവർ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള വാർത്തകൾ കൂടി ഇതിനകം പുറത്തു വരുന്നുണ്ട്. ഇറാനിയൻ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഗദ്വാർ തുറമുഖത്തിന്റെ പടിഞ്ഞാറൻ തുറമുഖത്ത് വാണിജ്യ ടെർമിനലുകളിലാണ് ഈ യുദ്ധക്കപ്പലുകളൊക്കെ ഇവർ ഒളിപ്പിച്ചു വെച്ചത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് സംഘമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദിനങ്ങളിൽ കറാച്ചി, ഗദ്വാർ തുറമുഖങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടത്. ഈ ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ഇവർ ഈ യുദ്ധക്കപ്പലുകളൊക്കെ കൊണ്ടുവന്ന് പാത്ത് വെച്ച കാര്യം പുറത്തു വന്നിട്ടുള്ളത്. മെയ് 8 കറാച്ചി തുറമുഖത്തിന്റെ ഉപഗ്രഹ ചിത്രത്തിൽ പാക് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ വാണിജ്യ തുറമുഖത്തും കണ്ടെയ്നർ ടെർമിനലിലുമായിട്ട് നങ്കൂരമിട്ടിട്ടുള്ളതായിട്ട് അതിൽ കാണാൻ പറ്റും അത്രേ. ഓപ്പറേഷൻ സിന്ദൂറിന് വെറും 6 മാസം മുമ്പ് പാക് നാവികസേനയുടെ ഭാഗമായിട്ടുള്ള
ചൈനീസ് നിർമ്മിതമായിട്ടുള്ള സുൾഫിക്കർ ക്ലാസ് ഫ്രിഗേറ്റും ഇക്കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. 2 സുൾഫിക്കർ ക്ലാസ് ഫ്രിഗേറ്റുകൾ, 2 വലിയ തുഗ്രിൽ ക്ലാസ് ഫ്രിഗേറ്റുകൾ, നാവികസേനയുടെ ഏക US നിർമ്മിത ഒലിവർ ഹസാർഡ് പെറി ക്ലാസ് ഫ്രിഗേറ്റ് എന്നിവയുമൊക്കെ ഇവിടെ അടുപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രത്തോളം നാണം കേട്ടിട്ടും ഈ അസിം മുനീർ പറയുന്ന വിടുവായത്തം എന്ന് പറയുന്നത്, നമ്മൾ പറയാം അടിച്ച് പല്ല് തെറിപ്പിക്കണം. ഇവനക്ക് എന്തിനാ നാവ് തുറക്കുക? നുണ പറയാൻ വേണ്ടി മാത്രം വാ തുറക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വാ തുറക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെയാണ് ഈ പാകിസ്ഥാൻ പോകുന്നത്. ഇത്രത്തോളം തിരിച്ചടികൾ നേരിട്ടിട്ടും യാതൊരു എളുപ്പമില്ലാതെ എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ നമുക്ക് ആശ്ചര്യം തോന്നുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു രാജ്യം അതിൻ്റെ വീഴ്ചകളെ പറ്റിയൊക്കെ സമ്മതിക്കാറുണ്ട്. പക്ഷേ നമ്മളുടെ അയൽ രാജ്യങ്ങളായ 2 രാജ്യങ്ങൾ, ഒന്ന് പാകിസ്ഥാനെ, ഒന്ന് നമുക്കറിയാമല്ലോ ഗാൽവനിലുണ്ടായ ഏറ്റുമുട്ടൽ, ഘാതക കമാൻഡോകൾ കൊന്നു തള്ളിയത് ഏതാണ്ട് 10-40 മേരെ ചൈനീസ് ഭടന്മാരെയാണ്, ചൈനീസ് പട്ടാളക്കാരെയാണ്. പക്ഷെ അവർ പറയുന്നത് 4 പേരാണ് മരിച്ചതെന്നാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള നമ്പർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എത്ര പേര് മരിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അന്ന് ഉണ്ടായത് എന്നുള്ളതിൽ കൃത്യമായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് യാതൊരു കള്ളത്തരവും കാണിക്കേണ്ട കാര്യമില്ല, ഒന്നും മറച്ചു വെക്കേണ്ടതുമില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വെളിയിൽ ജനങ്ങളെ അറിയിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വീഴ്ചകളൊന്നും അവർ പറയില്ല. എന്നിട്ട് അവർക്ക് വല്ല നേട്ടവും ഉണ്ടായാൽ അത് കൊട്ടിഘോഷിച്ച് പറയുകയും ചെയ്യും. പക്ഷെ ഒരു നേട്ടവും നിർഭാഗ്യവശാൽ ഈ രാജ്യങ്ങൾക്കൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ചൈനയിലെ പട്ടാളക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും യുദ്ധപരിചയമില്ല എന്നുള്ളതാണ്. നമ്മുടെ ഘാതക കമാൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഫൻട്രി ഓഫീസേഴ്സും ഉറപ്പായിട്ട് ചെയ്തിരിക്കേണ്ട കോഴ്സാണ് ഘാതക കമാൻഡോ കോഴ്സ്. അവർ ഉറപ്പായിട്ടും അത് ചെയ്തേ പറ്റുള്ളൂ ആ കോഴ്സ്, എല്ലാ ഇൻഫൻട്രി ഓഫീസർമാരും. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇൻഫൻട്രി ജവാന്മാർക്കും സോൾജേഴ്സിനും എല്ലാം തന്നെ ഈ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ആ കമാൻഡോ പ്ലറ്റൂണാണ് ഘാതക കമാൻഡോ പ്ലറ്റൂൺ. ഘാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘാതകർ, കൊല്ലുന്നവരാ. അപ്പോൾ അത്രയും ശേഷിയുള്ള പട്ടാളക്കാരാണ് അത്. ഇവർ മിക്കവാറും ഉള്ളവരെല്ലാം പഞ്ചാബികളും അങ്ങനെയുള്ളവരായിരുന്നു അന്ന് ഗാൽവനിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവരാണ് ചെന്നിട്ട്, ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് പിടിക്കാനുള്ളതേ ഉള്ളൂ, ചൈനക്കാർ സൈസിലും ചെറുതാണല്ലോ. അപ്പോൾ ഇവന്മാർ പിടിച്ച്, ഘാതക കമാൻഡോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺആംഡ് കോമ്പാക്റ്റ് ഇവർ വലിയ കരുത്തുള്ളവരാണ്. അതായത് ആയുധമില്ലാതെയുള്ള കോമ്പാക്റ്റ് ഫൈറ്റ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതി. നമ്മുടെ ഇവിടെ ബൈസൺ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡൊക്കെ ഉണ്ട്. ഒരു ദമ്പതികളായ മുൻ സോൾജേഴ്സ്, മുൻ സൈനികരാണ് അത് രൂപകൽപ്പന ചെയ്തത്. ബൈസൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതി, അൺആംഡ് കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവന്മാർ പിടിച്ച് കഴുത്ത് തിരിച്ചങ്ങ് വിടുന്നേ ഉള്ളൂ, എല്ലാണോ ചത്ത് വീണോണ്ടിരിക്കുക. അപ്പോൾ അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ആയുധങ്ങളില്ലാതെയുള്ള ഏറ്റുമുട്ടലാണ് ഗാൽവനിൽ നടന്നത്. അപ്പോൾ ഈ കൃത്യമായിട്ട് ഇന്ത്യക്ക് മറുപടി കൊടുക്കാനുള്ള ശേഷിയുണ്ട്. ഇന്ത്യൻ സൈനികർ നല്ല സായുധമായിട്ടാണെങ്കിൽ സായുധമായിട്ടല്ലാതാണെങ്കിൽ അല്ലാതെ നേരിടാനായിട്ട് പരിശീലനം നേടിയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഉത്തരേന്ത്യൻ ഈ പറയുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ദ്വന്ദ്വ യുദ്ധമൊക്കെ ചെയ്തൊക്കെ പരിശീലിച്ച് വരുന്നവരാണ്. കൃത്യമായിട്ട് അവിടെ അഖാഡകളൊക്കെ ഉണ്ട്. അഖാഡകളിലൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഗോദ എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന പോലെ അഖാഡയിൽ പരിശീലിച്ചിറങ്ങിയ ആൾക്കാരാണ്. അവരുടെ പാരമ്പര്യം അതാണ്. അവർ ഈ കലപ്പയ്ക്ക് കാളയ്ക്കുമാരും അവർ തന്നെ ഉഴുത് മറിച്ച് വരുന്ന അത്രയും കരുത്തുള്ളവരാണ്. പഞ്ചാബിലെ കൃഷിഭൂമികളിലൊക്കെ ചോര നീരാക്കി അധ്വാനിച്ച് ചെറുപ്പകാലത്ത് തന്നെ ഇറങ്ങുന്നവരാണ്. അവരാണ് സൈന്യത്തിൽ ചേരുന്നത്. പഞ്ചാബിലെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സൈനികൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് സമർപ്പണ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യൻ സൈനികരെന്നുള്ളത്. അവിടെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം മഹാഭാരതത്തിൽ എന്താ, ഗാന്ധാരിയുടെ അടുത്ത് ആശീർവാദം ചോദിച്ച് മകൻ ചെല്ലുമ്പോൾ പറയുന്നത്, മകൻ അനീതിയാണ് ചെയ്യുന്നതെന്നൊക്കെ അവർക്കറിയാം. അവർ പറയുന്നത് യഥോ ധർമ്മ തഥോ ജയാന്നാണ്. എവിടെയാണോ ധർമ്മം അവിടെ ജയം ഉണ്ടാവുകയുള്ളൂ, നീ പോയിട്ട് വാന്ന്. അവസാനം വന്ന് ഈ പറയുന്ന ഗാന്ധാരി വിലപിക്കുമ്പോഴത്തേക്ക് അർജുനൻ പറയുന്നത് അമ്മയല്ലേ പറഞ്ഞത്, എവിടെയാണോ ധർമ്മം അവിടെയാണ് വിജയം ഉണ്ടാകുന്നത്, ഇതാ ധർമ്മം വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ ഇവരുമായിട്ടുള്ള യുദ്ധം ചെയ്യുമ്പോൾ എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗാൽവനിലായാലും ഓപ്പറേഷൻ സിന്ദൂറിലായാലും ഇന്ത്യ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരാജയം അടഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർ അധർമ്മികളും ഇന്ത്യ പൂർണ്ണമായും ധർമ്മത്തിൽ നിലയുറപ്പിച്ചവരുമാണ് എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.